നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ജനങ്ങൾ നൽകിയ പിന്തുണയിലാണ് മൂന്നാം തവണയുമുള്ള മത്സരമെന്ന് LDF സ്ഥാനാർത്ഥി സുനീറ മുജീബ്. മൂന്നാം തവണയും ഒറ്റപ്പാലം നഗരസഭയുടെ 9ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് സുനീറ മുജീബ്. 2015 മുതൽ 2020 വരെ കൗൺസിലറായും 2020 മുതൽ 2025 വരെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു സുനീറ മുജീബ്. ആദ്യ തവണ ലഭിച്ചത് ഭൂരിപക്ഷത്തിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷം നേടി കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു വികസനം നടത്താൻ സാധിച്ചിട്ടുള്ളതായി സുനീറ മുജീബ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ 2015 ഞാൻ ആദ്യമായി ജനവിധി തേടിയ വാർഡാണ് 9ാം വാർഡ്. ആ വാർഡിൽ 24 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഞാൻ ജയിച്ചിരുന്നത്. എന്നാൽ 2020 വീണ്ടും അതേ വാർഡിൽ തന്നെ ജനവിധി ഉണ്ടായി. ആ സമയത്ത് എനിക്ക് 3 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ 2010 കൗൺസിലറായിരുന്നു. എന്നാൽ 2ാം പ്രാവശ്യം വിജയിച്ചപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയുടെ തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം വാർഡിൻ്റെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എല്ലാം പൂർത്തീകരിച്ചു എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. ഇക്കുറിയും വാർഡിലെ ജനങ്ങളുടെ താല്പര്യപ്രകാരമാണ് സുനീറ മുജീബ് ജനവിധി തേടുന്നത്. ജനങ്ങൾ നിർബന്ധിച്ചപ്പോൾ പാർട്ടിയോട് ആവശ്യപ്പെട്ട് പാർട്ടി നമുക്ക് 3ാം തവണയും ഒരു ജനവിധി തേടണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വീണ്ടും നമ്മളത് നിറവേറ്റുകയാണ്. ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കൊപ്പം എല്ലാ മികച്ച പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ജനങ്ങൾ എന്നോടൊപ്പം അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ, അത് പാർട്ടി അറിയിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് 2 തവണയാണ് ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ. 3ാം തവണ എന്ന് പറയുന്നത് ഒരു കഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ പോലും നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി, അങ്ങനെ തന്നെ പറയാം, എല്ലാവരുടെയും കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ നമ്മളോട് നീ ഇനിയും ഭൂരിപക്ഷത്തിൽ 3 ഇരട്ടിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്, അതിലും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നിനക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.